ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പരിപ്പ് വടയാണ് കേട്ടോ. മഴയൊക്കെ അല്ലേ, മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായയും ഒരു കറുമുറ പരിപ്പ് വടയായാലോ. അത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയാലോ. കേട്ടില്ലേ, കടിക്കുമ്പോൾ തന്നെ നല്ല കറുമുറ സൗണ്ട്. ഇതുപോലുള്ള നല്ല ക്രിസ്പി പരിപ്പുവട നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്കിതാ ഈ പരിപ്പൊന്ന് കുതിർത്താൻ വെക്കണം. ഒരു 2-3 മണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്താൻ വയ്ക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. കഴുകിയിട്ട് വേണം ഒന്ന് കുതിർത്താൻ വയ്ക്കാൻ. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കഴുകി ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും 2-3 കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്തതിലോട്ട് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് കുഞ്ഞുള്ളിയാണ്. 4-5 കുഞ്ഞുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും അതുപോലെ തന്നെ കറിവേപ്പിലയും കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. എരിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പരിപ്പ് നമ്മൾ അതിനകത്ത് നിന്ന് മാറ്റി വെച്ചിരുന്നു. നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യേണ്ട, കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലത്തെ ഓരോ ബോൾസാക്കി ഇതൊന്നെടുത്ത് കയ്യിൽ വെച്ച് നമുക്കിത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ 2 കൈയിലും കൂടെ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ടൊരു റൗണ്ട് ഷേപ്പിന് നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുള്ളത്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്ന ശേഷം മാത്രമേ നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ 2-3 ഞാനിവിടെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിപ്പോവാതെ തന്നെ നമുക്കിതൊന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2-3 നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇതിന് 2 സൈഡും നല്ല ക്രിസ്പി ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡ് മൂത്ത് വരുമ്പോൾ ഒന്നും കൂടെ നമുക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് നോക്കി നല്ലൊരു മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. നമ്മൾ എത്രത്തോളം കട്ടി കുറച്ചിടുന്നു അത്രത്തോളം ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ വട കിട്ടുന്നതാണ്. അപ്പോൾ 2 സൈഡ് നമുക്കിതുപോലെ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കോരാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ കളറായി നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ വേണം നമ്മളൊന്ന് കോരി മാറ്റി കൊടുക്കാൻ. നമ്മളിതൊന്ന് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് എണ്ണയിലോട്ടൊന്ന് പിടിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. 2 സൈഡ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോഴേ നല്ലൊരു ക്രിസ്പിനെസ് നമ്മുടെ വടയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വടയെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ. താങ്ക് ഫോർ വാച്ചിങ്.